ദീപു, താങ്കളുടെ അഭിപ്രായം എന്താണ്? ഫലം സർക്കാരിന്റെ വിലയിരുത്തലാകുമോ? അല്ല, ഇപ്പം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സർക്കാരിന്റെ വിലയിരുത്തലിനോടൊപ്പം തന്നെ വ്യക്തികൾക്കും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ടാവും, ഇമ്പോർട്ടൻസ് ഉണ്ടാകും എന്നുള്ളതിനകത്ത് തർക്കമൊന്നുമില്ല. എന്നാലും സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട് ഈ സർക്കാർ ഒരു വശത്തും മാധ്യമങ്ങളും പ്രതിപക്ഷവും അതിന്റെ കൂട്ടത്തിൽ ഈ മുള്ളുമുരുക്ക് കാഞ്ഞിരക്കുറ്റി വരെ ഈ സർക്കാരിന്റെ എതിരെ നിൽക്കുന്നു, മാധ്യമങ്ങളടക്കം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ഈ സർക്കാർ ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് നിന്ന് അവരുടെ ഭരണ നേട്ടം മാത്രം പറഞ്ഞു വരുമ്പോൾ കള്ളവും കള്ളത്തരങ്ങളും കുത്തിത്തിരിപ്പും മാത്രം നടത്തുന്ന മാധ്യമങ്ങളും ഈ പ്രതിപക്ഷവും ഈ കാഞ്ഞിരക്കുറ്റി വരെ വർഗീയ കൂട്ടുകെട്ട് വരെ മാധ്യമങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് ആണല്ലോ ഇവര് പറയുന്നത് മാത്രമാണല്ലോ ഇവിടെ പൊക്കിക്കൊണ്ടത്. ഏതെങ്കിലും സർക്കാരിന്റെ ഒരു പദ്ധതിയെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ചർച്ച നമ്മൾ അന്തിച്ചർച്ചയിൽ 150 ദിവസം ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഇവിടെ ഏതെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ട്. സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ ആരും ഇകഴ്ത്തി കാണിക്കുന്നില്ല. സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം എല്ലാ മാധ്യമങ്ങളും കൃത്യമായി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നന്ദി വിളിച്ചതിന്. സർക്കാർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്? 10ാമത്തെ പേജിൽ ഒരു കോളം 6 ഭൂതക്കണ്ണാടി വെച്ചുള്ള വാർത്ത വരണം. നിങ്ങളുടെ താഴെ സ്ക്രോൾ ചെയ്യുന്ന പോലെ വാർത്ത. ഈ 150 ദിവസം അന്തിച്ചർച്ച നടത്തി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സർക്കാർ പദ്ധതിയെ കുറിച്ച് നിങ്ങൾ കൃത്യമായി ചർച്ച നടത്തിയോ? ലൈഫ് പദ്ധതി പോലും അതിന്റെ വിവാദത്തിന് വേണ്ടി മാത്രം ചർച്ച നടത്തുന്നതിനുപരി ആ ലൈഫ് പദ്ധതി എന്താണ്, കാശ് എവിടുന്നാണ്, എങ്ങനെയൊക്കെയാണ് നടത്തുന്നത്, ഏതൊക്കെ ആൾക്കാർക്കാണ് കിട്ടുന്നത്, ആ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ ചർച്ച നടത്തിയോ? ഏതെങ്കിലും ഒരു പ്രത്യേക കെ ഫോണിനെ കുറിച്ച് ചർച്ച നടത്തിയോ? കെ റെയിലിനെ കുറിച്ച് ചർച്ച നടത്തിയോ? പെൻഷൻ കിട്ടുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയോ? നിങ്ങൾ കിറ്റ് കൊടുക്കുന്നതിനെ കുറിച്ച് ചർച്ച നടത്തിയോ? കിറ്റിലെ സഞ്ചിയുടെ ഏതോ കഥയെ പറ്റി നിങ്ങൾ ചർച്ച നടത്തി. അങ്ങനെ എന്തെല്ലാം പദ്ധതികൾ ഇവിടെ ഡിവൈസ് പാർക്ക്, മെഡിക്കൽ ഡിവൈസ് പാർക്കിനെ സ്റ്റാർട്ട് ചെയ്തു, ചർച്ച നടത്തിയോ? പൊതുമേഖലാ സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇവിടെ ലാഭത്തിലായി, ചർച്ച നടത്തിയോ? സ്കൂളുകൾ ഹൈടെക്കായി, ചർച്ച നടത്തിയോ? റോഡുകളെല്ലാം കിഫ്ബിയിലൂടെ അനേകം റോഡുകളും പാലങ്ങളും വന്നു, ചർച്ച നടത്തിയോ? അങ്ങനെ എന്തെല്ലാം സർക്കാർ നിയമനങ്ങൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിനേക്കാളും കൂടുതൽ ചർച്ച ഇവിടെ ചെയ്തു. നിങ്ങൾ ചർച്ച നടത്തിയത് എന്താ? കള്ളത്തരം, അതിനെപ്പറ്റിയുള്ള കള്ളത്തരം ചർച്ച നടത്തി. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് കുട്ടികൾക്കും സ്ത്രീകൾക്കും വേണ്ടിയുള്ള എന്തെല്ലാം പദ്ധതികൾ, ചികിത്സാ പദ്ധതികൾ, അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ. യൂണിഫോം കറക്റ്റ് സമയത്തിന്, പാഠപുസ്തകങ്ങൾ കറക്റ്റ് സമയത്ത് കൊടുക്കുന്നു, യൂണിഫോം ഫ്രീ ആക്കുന്നു. ഈ കോവിഡ് കാലത്ത് കോവിഡ് ചികിത്സ ഫ്രീ, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അത് പൈസ കൊടുത്ത് വേണം ചെയ്യാൻ. അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സർക്കാർ, അതിന്റെ ഏതെല്ലാം നിങ്ങൾ ചർച്ച നടത്തി? 150 ദിവസം ചർച്ച നടത്തിയിട്ട് നിങ്ങൾ അതിനകത്ത് 100 ദിവസം ചർച്ച എടുത്തത് കെ ടി ജലീലിനെ കുറിച്ചാണ്. എന്നിട്ട് കെ ടി ജലീലിന്റെ ഏതെങ്കിലും രോമത്തിൽ തൊടാൻ നിങ്ങളെ കൊണ്ട് കഴിഞ്ഞോ? അങ്ങനെ ഇപ്പൊ പി ശ്രീരാമകൃഷ്ണനെ കൊണ്ടുവന്നു. എന്നിട്ട് ഈ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ പി ശ്രീരാമകൃഷ്ണന്റെ ഒരു പേര് നിങ്ങൾ പറയുന്നുണ്ടോ? രവീന്ദ്രനെ ഇപ്പൊ പിടിച്ചെന്തോ ചെയ്ത് അങ്ങ് പിടിച്ചങ്ങ് കറി വെച്ച് കളയൊന്നും അല്ലെങ്കിൽ എടുത്ത് ഉടുത്ത് കളയൊന്നും നിങ്ങൾ പറഞ്ഞു. എന്നിട്ട് ഈ രവീന്ദ്രനെ ഇപ്പൊ ഈടിക്കും വേണ്ട, ആർക്കും വേണ്ട. ഇത് എന്ത് തരം ന്യായമാണ്? ഏതൊരു കാലത്തും ഈ ഇലക്ഷൻ വരുമ്പോഴാകട്ടെ അതിനോടനുബന്ധിച്ചാവട്ടെ LDFനെ കുറിച്ച് നിങ്ങൾ കൃത്യമായി കള്ള വാർത്തകൾ കൊടുക്കുക. അത് കൊട്ടേഷൻ പിടിച്ച് നിങ്ങൾ വാർത്ത ചെയ്യുക. അത് നിങ്ങളുടെ പ്രൈം ടൈമായ അന്തിച്ചർച്ചകളിൽ നിങ്ങൾ അതിനെപ്പറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുക. ഈ തെറ്റിദ്ധാരണയ്ക്ക് ഒക്കെ അപ്പുറം സാധാരണ ഒരു വീട്ടമ്മ എങ്ങനെയാണ് ഈ സർക്കാരിനെ കാണുന്നത്, ആ കാണുന്നതിൽ നിങ്ങൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റിയോ? ഇനി തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളുടെ തെറ്റിദ്ധാരണയിൽ വീഴാതെ അവർക്ക് കിട്ടിയ പെൻഷനും കിറ്റും ഈ ഒരു കോവിഡ് കാലത്ത്, ഈ ദുരന്ത കാലത്ത് പോലും അവർക്ക് കിട്ടിയ അസിസ്റ്റൻസ്, ഈ സർക്കാരിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗുണഫലങ്ങൾ എന്താണോ അതാണോ അവര് കൂടുതൽ കാണുക? അതോ നിങ്ങൾ നടത്തിയിട്ടുള്ള കുത്തിത്തിരിപ്പും പുകമറയും വായിക്കു തോന്നുന്നത് കോതയ്ക്ക് പാട്ടുമാണോ അവര് കാണുക എന്നുള്ളതാണ് ഈ വിഷയത്തിലൂടെ, ഈ ഇലക്ഷനിലൂടെ പുറത്തു വരാനുള്ളത്. ഈ സർക്കാരിനൊപ്പം നിൽക്കാൻ തന്നെയാണ് എല്ലാ വീട്ടമ്മമാരും ഈ ജനങ്ങൾ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് അതിനകത്തുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷം വൻ വിജയത്തോടെ ഈ തെരഞ്ഞെടുപ്പ് നടത്തും. ഏതൊരു തെരഞ്ഞെടുപ്പിലും ജയം തോൽവിയൊന്നും ഇടതുപക്ഷത്തിന് യാതൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഇടതുപക്ഷം എപ്പോഴും ജനങ്ങൾക്കൊപ്പമാണ് നിന്നിട്ടുള്ളത്, ജനങ്ങൾക്കൊപ്പമാണ് മൂവ് ചെയ്തിട്ടുള്ളത്. തോറ്റാലും ജയിച്ചാലും ഈ ജനങ്ങൾക്കൊപ്പമാണെന്നേ. കഴിഞ്ഞ 19 സീറ്റ് ഈ ജനങ്ങൾ നിങ്ങളുടെ കുത്തിത്തിരിപ്പൊക്കെ കൊണ്ടിട്ട് ഈ ജനങ്ങള് UDFന് 19 സീറ്റ് കൊടുത്തു. 19 കൊളവാഴകളായി അവർ മാറിയില്ലേ? അവരൊക്കെ ഓടി ഇപ്പൊ ഇവിടെ വരണം എന്നല്ലേ പറയുന്നത്. അപ്പൊ ഇതുകൊണ്ടൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ LDF എപ്പോഴും ഈ ജനങ്ങൾക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകും. ഇനി അതിനകത്ത് എന്തെങ്കിലും തെറ്റിദ്ധാരണ വന്നെങ്കിൽ വീണ്ടും ഇവരോടൊപ്പം നിൽക്കുമെന്നേ. അതിനാണ് ഈ ഇടതുപക്ഷം. ഈ ജനങ്ങളെ ഒരിക്കലും കൈവിടില്ല. അവർ കൈവിട്ടാലും കൈവിട്ടില്ലെങ്കിലും ചേർത്ത് വെച്ചാലും ചേർത്ത് വെച്ചില്ലെങ്കിലും ഈ ജനങ്ങൾക്കൊപ്പമാണ് ഈ ഇടതുപക്ഷം. ആ ജനങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും 4 വോട്ടിന് വേണ്ടി നിലപാട് മാറ്റാനും ഈ ഇടതുപക്ഷം, ഈ ഹൃദയപക്ഷം പോവില്ല. മനസ്സിലാവുന്നുണ്ടോ?